ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മാർബിൾ ഫോണെന്നോ ടൈല് ഒട്ടിച്ച തരത്തിലുള്ളൊരു ഫോണെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. വ്യത്യസ്തമായൊരു ഡിസൈനുമായിട്ട് വ്യത്യസ്തമായൊരു ഫോൺ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് വിവോ T2 Pro എന്നാണ് ഈ ഫോണിൻ്റെ പേര്. തികച്ചും കംപ്ലീറ്റ് ആയിട്ടും വ്യത്യസ്തമായ ഫോണായിട്ടാണ് വിവോ കൊണ്ടുവരുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. എന്നാൽ iQC7 പ്രോയുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധം തോന്നുമെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം തന്നെ എന്ന് എഴുതി വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഈ ഫോൺ വിവോ T2 Pro ആണ്. 25,000 താഴെ ഗെയിം കളിക്കാനൊക്കെ ഒരു വിവോയുടെ ഫോൺ എടുക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പവർഫുള്ളായ ഫോൺ തന്നെയാണ്. പക്ഷേ ഇവനല്ലേ അവൻ എന്ന് തോന്നിയാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ കാണുന്നതാണ് വിവോ T2 Proൻ്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണുണ്ട്. കാണുന്നതാണ് ഡിസൈൻ നമ്മൾ കണ്ടു. ഇതിനകത്ത് കേസ്, ഡോക്യുമെൻറ്റേഷൻ, പിന്നെ ചാർജർ 66 വാട്ടിൻ്റെ Type-C കേബിൾ, ഇത്രയൊക്കെയാണ് കേസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വരാം. ഡിസൈൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്തിരി വ്യത്യസ്തമായ, കാണാൻ ഇത്തിരി അട്രാക്റ്റീവായ ഒരു ഡിസൈനായിട്ടുണ്ട്. നല്ല ഡിസൈനെ നമുക്കൊന്നും പറയാനില്ല കേട്ടോ. നന്നായിട്ടുണ്ട്. വളരെ സ്ലിമ്മും ലൈറ്റ് വെയ്റ്റുമായ ഒരു നല്ല ഡിസൈനാണ്. താഴെ സ്പീക്കർ ഗില്ല്, Type-C പോർട്ട്, മെയിൻ മൈക്രോഫോൺ, ഡുവൽ നാനോ സിം സ്ലോട്ട്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ സെറ്റപ്പ് ഇല്ല. ഇപ്പം തന്നെ മനസ്സിലാക്കി വെച്ചോളൂ. സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കറേ ഉള്ളൂ. അത് ഒരു മിസ്സിംഗ് ആണ് ഈ ഫോണിൽ. 22,000-23,000 രൂപ റേഞ്ച് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ അവിടെ വേണ്ടതാണ്. അത് ഇതിലില്ല. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. iQC7 പ്രോയുടെ ഡിസൈനും ഇത് തന്നെയല്ലേ എന്നല്ലേ ചിന്തിക്കുന്നത്. പക്ഷേ ഇതിൽ മാർബിൾ ഡിസൈനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് വ്യത്യസ്തമായൊരു ഡിസൈനായിട്ട് വേണം നിങ്ങൾ കാണാനെന്നാണ് വിവോ പറയുന്നത്. സോ എന്തായാലും അങ്ങനെ തന്നെ കാണുക. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയമൻസിറ്റി 7200 എന്ന പ്രൊസസ്സറാണ്. 3000 റേഞ്ചിൽ വരുന്ന ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിറച്ച് ബ്ലോട്ട് വയേഴ്സ് ഉള്ള ആ ഒരു സെയിം UI ഇവിടെ വരുന്നുണ്ട്. അതിനകത്തുനിന്ന് ആ ബ്ലോട്ട് വയേഴ്സ് ഒക്കെ നിങ്ങൾ കുത്തിപ്പിടിച്ചിരുന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയാണെങ്കിൽ ഏകദേശം ഈ കാണുന്ന പോലെ ഡീസൻ്റ് ആയി കിട്ടും. ആ വേണ്ടാത്ത ഗെയിമുകളും കാര്യങ്ങളൊക്കെ പോയി അത്യാവശ്യം കുറച്ച് വിവോയുടെ ആപ്ലിക്കേഷൻ, പിന്നെ കുറച്ച് ഗൂഗിൾ ആപ്ലിക്കേഷൻ ആ രീതിയിലേക്ക് മാറ്റിയെടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പെർഫോമൻസിൽ യാതൊരു ലാഗും കാര്യങ്ങളില്ല. നൈസായിട്ട് പെർഫോം ചെയ്യും. ഗെയിമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ iQൻ്റെ ഫോണുകളിൽ കാണുന്ന ആ ഗെയിം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെയുണ്ട്. അതിൻ്റെ ഒപ്പം സ്മൂത്ത് എക്സ്ട്രീമിൽ നമുക്ക് ഇവിടെ ഗെയിം കളിക്കാൻ പറ്റും. BGM ഒക്കെ കളിക്കാൻ പറ്റും. ഈ കാണുന്ന പോലെ ഗൈറോ ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെയല്ലേ ചേട്ടാ iQC7 പ്രോയിൽ എന്ന് നിങ്ങൾക്ക് തോന്നാം. തികച്ചും യാദൃശ്ചികം. കണ്ടു നോക്കൂ. പെർഫോമൻസിൽ വേറെ ഒരു പ്രശ്നവുമില്ല. നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ എങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന 120 ഹെർട്സിൻ്റെ കർവ്ഡ് AMOLED ഡിസ്പ്ലേ വിത്ത് 1.07 ബില്യൺ കളേഴ്സുമായിട്ടാണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ വിത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, യാതൊരു വിഷയമില്ല. സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ എക്സലൻറ്റ്. സോ അപ്പോൾ ഇതേ സെറ്റപ്പ് തന്നെയല്ലേ iQC7 പ്രോയിൽ എന്ന് നിങ്ങൾക്ക് തോന്നണം. കാരണം ചെറിയൊരു സാദൃശ്യമുണ്ട്. അത് വെച്ചോളൂ. ബാക്കിയുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിലോ. എന്തായാലും കാണുന്ന തരത്തിൽ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ഉള്ള വിവോ ഫോണാണ് വിവോ T2 Pro. സോ വിവോ ഫാൻസിന് തീർച്ചയായിട്ടും പരിഗണിക്കാം. ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4600 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതും iQC7 പ്രോയിൽ ഉള്ളത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും അടുത്തൊരു ഡിപ്പാർട്ട്മെൻറ്റെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ക്യാമറയിൽ 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. സാമ്പിളുകൾ കണ്ടു നോക്കിക്കോളൂ. ഇമേജ് സാമ്പിളുകൾ ഈ കാണുന്ന തരത്തിലാണ്. ഡേ ലൈറ്റിലായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലായാലും ഏറെക്കുറെ നല്ല ഫോട്ടോസ് തന്നെ കിട്ടുന്നുണ്ട്. വീഡിയോസ് ഈ കാണുന്ന തരത്തിൽ നമുക്ക് എടുക്കാം. മെയിൻ ക്യാമറയിൽ 4Kയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ സ്റ്റേബിളായ OIS ഒക്കെ സപ്പോർട്ട് ഉണ്ട്. അത് എന്തായാലും കൊള്ളാം. സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഈ ക്യാമറ സ്പെക്കും ക്വാളിറ്റിയും ഇതെല്ലാം iQC7 Pro തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ ആണ് സഹോ. ഏറെക്കുറെ അത് തന്നെയാണ് ഇത്. സോ ഈ ഫോണിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നല്ല ഫോണാണ്. നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് എന്ന പ്ലാറ്റ്ഫോം ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഇഷ്ടമെങ്കിൽ T2 Pro എടുത്താൽ അടിപൊളി ഫോൺ. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല എന്നുള്ളൊരു കാര്യം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കർവ്ഡ് ഡിസ്പ്ലേക്ക് ആയിട്ട് ഈ പ്രൈസ് റേഞ്ചിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും 120 ഹെർട്സ് AMOLED മൊത്തത്തിൽ നല്ലൊരു ഫോൺ, നല്ല ഗെയിമിങ്ങിന് പറ്റിയ ഒരു ഫോൺ വിവോയുടെ ഫോൺ തന്നെ കിട്ടും. വാല്യൂ ഫോർ മണി ആയ വിവോയുടെ ഫോൺ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാം. ഇനി നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് താല്പര്യമില്ല എങ്കിൽ, അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാന്ന് പറയുമ്പോൾ വിവോയുടെ സർവീസ് കൂടി ആലോചിക്കണം. പക്ക ഡീസൻറ്റ് സർവീസ് ആണെന്നുള്ള കാര്യം പലർക്കും താല്പര്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ വാല്യൂ ഫോർ മണി അല്ലെങ്കിലും ഷോപ്പുകളിൽ പോയിട്ട് ആൾക്കാർ എടുക്കാറുണ്ട് വിവോ ഫോണുകൾ. നിങ്ങൾക്ക് ഇതിൽ ഈ പറഞ്ഞ വാല്യൂ ഫോർ മണി എന്ന സംഭവം കിട്ടും, വിവോയുടെ ഫുൾ സർവീസും കിട്ടും. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാം. ഇനി ഫ്ലിപ്കാർട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പകരം iQC7 Pro എടുക്കാം. അത് ആമസോണിൽ കിട്ടും. അതിലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വിവോയുടെ ഫുൾ സർവീസ് ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടും. ആമസോണിൽ നിന്ന് വാങ്ങിക്കാം. ഇതാണ്
ഈ ഒരേപോലത്തെ ഫോൺ 2 പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നതുകൊണ്ട് നമുക്കുള്ള മെച്ചം. സത്യത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ ഈ ഒരേ ഫോൺ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചിറക്കുന്ന പരിപാടിയെക്കുറിച്ച് ഞാൻ റിയൽമി 11Xൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലൊന്നും ഇവിടെ പറയാനില്ല. സോ അത് കാണുന്നവർക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് എൻ്റെ അഭിപ്രായം എന്നുള്ളത്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിക്കണം തോന്നോ അവിടെ നിന്ന് വാങ്ങിക്കുക. രണ്ടായാലും ഈ ഫോൺ അത്യാവശ്യം നല്ല ഫോണാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനേ താല്പര്യമില്ലെങ്കിൽ കടയിൽ പോയി നിങ്ങൾക്ക് വിവോയുടെ V സീരീസ് ഫോണുകൾ നോക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ കടകളിൽ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ചെയ്യാം കേട്ടോ. ഓൺലൈനിൽ തന്നെ വാങ്ങിക്കണമെന്നൊന്നുമില്ല. സോ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇവരുടെ ഇത്തരത്തിലുള്ള പേര് മാറ്റി സ്റ്റിക്കർ മാറ്റിയുള്ള ലോഞ്ചുകളെക്കുറിച്ച്? അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.